എന്നാലും ആ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോരെ. എന്തിന്? ദേ നാളെ ഇതിന് ആരെങ്കിലും പാര വെച്ചാലുണ്ടല്ലോ, സത്യമായിട്ട് നിങ്ങളെയും കൊല്ലും ഞാനും ചാവും. ഇല്ലടാ, എനിക്ക് വിഷമമുണ്ടെങ്കിലും സന്തോഷവും. പിന്നെ നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ധൈര്യത്തിന് ഇതിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിക്കുണ്ടായ ദുർഗതി നിനക്കുണ്ടാവരുത്. രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് ദൂരം ഓടാൻ പോകണം. പറ്റാവുന്നത്ര പുഷപ്സ് എടുക്കണം. കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ റൂമിൽ വാങ്ങിച്ചു വെച്ചേക്കാം. ഒരിക്കലും വയറ് വിശക്കരുത്. പറ്റുവാണെങ്കിൽ ഒന്ന് പള്ളിയിലും പോക്കും. യേശുവാ മറ്റോളാന്ന് വിചാരിച്ചിട്ട്. ഹലോ ഏട്ടാ, എന്തെന്ന് ഇത്ര നേരത്തെ? ഹലോ, തെണ്ടി മിണ്ടണില്ല. അവനെന്താ ചെയ്യുന്നത് ഞങ്ങൾ അവിടെ പോയി നോക്കിട്ട് വരും. ഇപ്പൊ എന്റെ ഏട്ടൻ ഫ്രീ ആണോ? അവനോട് മറ്റേ പരിപാടി തന്നെ ആയിരിക്കും. അവന്റെ ശരീരഘടന വെച്ചത് പറ്റുമോ? നമ്മുടെ റൂമിൽ ബോട്ടിലല്ലേ, നമ്മളവിടെ കള്ളടിക്കുന്നു, ഇവനിവിടെ സ്കോച്ചും തേണ്ടി. ഇവനൊക്കെ ഇത്ര കച്ചറ സാധനമാണ് അടിക്കുന്നത്. അതല്ലടാ, അവന്റെ ഫോണല്ലേ ഓഫായി കിടക്കുന്നത്. അതെ, അപ്പോ അവന്റെ ഫോണിൽ നിന്നല്ലേ ഇപ്പൊ കോള് വന്നത്. അതുകൊണ്ട് എടാ, അപ്പൊ പ്രിയൻ ആരോടാ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്? നീ വന്നേ. എടാ, എന്നെ കളിപ്പിക്കുക. എടാ, അത് യേശു അല്ല. പിന്നെ ആരാ? അവൻ അവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ആരത്? കട്ടായി. അത് നിശയുടെ പ്രേതമാടാ. സത്യം പോടാ, അതിന് അവളാണോ ഇപ്പൊ വിളിച്ചത്? എടാ, അത് അവന്റെ കൈ തട്ടിട്ടോട്ടോ ഡയൽ ആയതായിരിക്കും. അല്ലേ വല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അവള് നിസയല്ലടാ, ലിസയാ. നീ പോയേ, എനിക്ക് നാളെ എണീക്കാനുള്ള രാവിലെ പേടിപ്പിക്കാനായിട്ട്. വാടാ. Good morning, Johanisa. Here I come. മാറി കിടക്കങ്ങട്. What an awesome day. മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയതല്ലേ ചേട്ടാ? അപ്പഴാ ഇതെന്ത് പുല്ലാണ്? സത്യം പറഞ്ഞ നീയല്ല എടുത്ത് എന്നെ പേടിപ്പിക്കാൻ. ഒരെണ്ണം തന്നോണ്ടല്ലോ. ഞാനൊരു ഫോട്ടോ ഇല്ലാടെ പോത്തെ, പിന്നെ ഇങ്ങനെ ഞാൻ എടുക്കുന്നത്. ഡോറ് ലോക്കാണല്ലോ. പിന്നെ ഇതാരെടുത്തു? ഇന്ന് അവളുടെ കൂടെ പോകാനുള്ള ധൈര്യം എനിക്കില്ല. വയറിളക്കാന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കാൻ പോകുന്നു. ഇതൊരു തേങ്ങയല്ല. ആ, തെങ്ങിറങ്ങി എന്നെ കിട്ടില്ലട്ടാ. ഇത് ചിരട്ടയല്ല. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഉത്തരങ്ങൾ. ഞങ്ങൾ ഈ റിസോർട്ട് വാങ്ങുന്നതിന് മുമ്പ്, അതായത് തോമസ് ആർ റിസോർട്ട് പണിതതിന് ശേഷം ഇവിടെ വെച്ച് എന്തെങ്കിലും അനിഷ്ട സംഭവം നടന്നിട്ടുണ്ടോ? വാട്ട് യു മീൻ? ഐ മീൻ സൂയിസൈഡ്. അല്ലെങ്കിൽ ഒരു കൊല? എന്തോന്നാ സാറന്മാരെ ഇത്? അങ്ങനെ വല്ലതും നടന്ന പേപ്പറിൽ വരില്ലേ? നാട്ടുകാരറിയില്ലേ? അത് തന്നെ. അത് വിട്. ഇവിടെ ഈ റിസോർട്ട് പണിയുന്നതിന് മുമ്പ്, അതായത് നിന്റെ കുടുംബം ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ ബാക്കിയാക്കി ഏതെങ്കിലും ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടോ? നിന്റെ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും? ജീവിച്ചിരിക്കുമ്പോ തന്നെ അവർക്ക് എന്നെ കാണുന്ന കലിയായിരുന്നു. പിന്നെയാണ് മരിച്ച ആത്മാവായിട്ട് വരാൻ പോണത്. നിങ്ങൾ വല്ല പണിയുണ്ടോ നോക്കി? അപ്പൊ അതുമല്ലേ? പിന്നെ എന്തായിരിക്കും? എന്താ നിങ്ങൾക്കിപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം? ഇന്നലെ ന്യൂസ് വായിച്ചതാണ്. കോയമ്പത്തൂർ തമിഴത്തിക്ക് ബാധ കയറിയെന്നും ഒരച്ഛനാണ് അത്രയും മുതലിനെ ഒഴിപ്പിച്ചെന്നും. അപ്പൊ തോന്നിയൊരു ഡൗട്ടാ.
സത്യത്തിൽ ഈ സാധനമുണ്ടോ? അച്ഛൻ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്നത് മാത്രമാണോ സത്യം? കാറ്റ് നീ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് സത്യമല്ലേ? കർത്താവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? കാറ്റും കർത്താവും പോലെയാണോ അച്ഛോ പ്രേതം? ഈ സിനിമയിലൊക്കെ കാണുന്ന എക്സോർസിസം അല്ലെ ബാധൊഴിപ്പിക്കലൊക്കെ ശരിക്കും ഉള്ളതാണോ അതൊക്കെ? വിശ്വാസികളുടെ മനസ്സ് ചഞ്ചലമാക്കുന്ന ഒരു രഹസ്യവും ഞാൻ പുറത്ത് പറയാൻ പാടില്ല കുഞ്ഞുങ്ങളെ. അപ്പൊ അച്ഛൻ ഈ സാധനം ചെയ്തിട്ടുണ്ട്, ഈ എക്സോസിസം? അതൊരു നീണ്ട കഥയാണ്. എന്നാ പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരെണ്ണം കൂടി ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എക്സോസ് എന്ന് പറഞ്ഞ തമാശ കളയുന്ന? ഒരിക്കലും ഇല്ല അച്ഛൻ. തൽക്കാലം എക്സോസിസം ഒന്നും വേണ്ട. അച്ഛൻ ഈ കുരിശ് വെച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. എന്താ കുഞ്ഞു നിനക്ക് പറ്റിയത്? കുഞ്ഞ് തളർന്നു പോയി അച്ഛോ, അനുഗ്രഹിച്ചാൽ. കർത്താവേ, ഈ കുഞ്ഞാടിനെ കാത്തോളൂ. അച്ഛോ എന്നെ അനുഗ്രഹിക്കച്ചോ, നന്നായിട്ട് അമർത്തി പിടിച്ച് അനുഗ്രഹിക്കച്ചോ. അച്ഛൻ്റെ കയ്യിൽ വേറെ കുരിശറിന് എടുക്കാണ്ട, ഒരു ധൈര്യത്തിന് വേണ്ടി. ഏതൊരച്ഛനും ഒരു കുരിശേ കാണൂ മക്കളെ. അതെന്തിനാ അച്ഛോ ഇങ്ങനെ നോക്കി പറയുന്നു? ഇത് രണ്ടിനും ഓരോ ഇടി വെച്ചാന്നുണ്ടല്ലോ, മനുഷ്യ ഇവിടെ ഇല്ലാത്ത കാശ് മുഴുവൻ ഉണ്ടാക്കിയിട്ട് അത് തുടങ്ങിയത്. ഇവിടെ പ്രേതം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് പുറത്തു വന്നാ എന്താ ഉണ്ടാവാന്നറിയാലോ? അല്ല, അത് ഞങ്ങൾ ആലോചിച്ചില്ല. ഇനി ഈ കാര്യം രണ്ടുപേരും വേണ്ടി പോരുത്. പ്രേതം മണ്ണാങ്കട്ട. നീ മുന്നേ ബൈ സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുണ്ടോ? ഹാ, നമ്മുടെ ഗാന്ധിജി വരുന്ന സാധനം അല്ലേ? ആ, അതിൽ സഞ്ജയ് ദത്തിന് ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള രോഗം. ഓ, കെമിക്കൽ ലോച്ച. നിന്റെ മൂടനായിരുന്നു ഈ കെമിക്കൽ ലോച്ചാന്ന് വെച്ചെന്തോ? ഭ്രാന്ത്. അത് തന്നെ. ഇനിയിപ്പോ അതായിരിക്കോ? ഷിബു, 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 എവിടെടാ നീ? ഷിബു, എടാ ഒന്നും മിണ്ടടാ. നീ എവിടെയാ? ഷിബു, 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 എടാ ഷിബുടാ. ഞാനാടാ. ഞാൻ വെച്ചാ എടാ ഷിബുവാടാ, ഞാനൊരു തമാശക്ക്.